ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനിനെ മുഖ്യ പങ്കെന്ന് SIT. പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വൻ ഗൂഢാലോചന. ശ്രീകോവിലിലെ മറ്റു സ്വർണ്ണ ഉരുപ്പടികളും കവർച്ച ചെയ്യാൻ ആസൂത്രണമുണ്ടായെന്നും കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ശരിയാണ്. രേഷ്മ, കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു. ഈ സ്വർണ്ണ കവർച്ച അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ ഈ സ്വർണം വാങ്ങിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ. അത് നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങുകയാണല്ലേ? അതെ സുരേഷ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 13ാം പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിലാണ് SIT ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന് ഈ സ്വർണ്ണ കവർച്ചയിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. നേരത്തെ ഗോവർദ്ധൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം എന്നുള്ളത് ഈ പകരം സ്വർണം താൻ സ്വർണ്ണ ഉരുപ്പടിയായിട്ടടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ ഒരു പണം നൽകിയിട്ടുണ്ടെങ്കിൽ തനിക്ക് തട്ടിപ്പ് നടത്താനായിട്ടുള്ള ഒരു ഉദ്ദേശം അതിൽ ഉണ്ടായില്ലല്ലോ എന്നുള്ളതായിരുന്നു ഒരു വാദമായിട്ട് ഗോവർദ്ധൻ ഉന്നയിച്ചത്. അത് പക്ഷെ അപ്പാടെ SIT തള്ളിക്കളയുന്നുണ്ട്. ഈ പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, ദേവസ്വം ബോർഡിനായിട്ടല്ല, നേരിട്ടല്ല പണം കൈമാറിയിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവർദ്ധൻ പണം കൈമാറിയത്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഈ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ ബംഗളൂരുവിൽ വെച്ച് ചില ഗൂഢാലോചനകൾ, ചില പദ്ധതി ആസൂത്രണങ്ങളൊക്കെ തന്നെ നടത്തി കേസ് എങ്ങനെ അട്ടിമറിക്കാമെന്നത് സംബന്ധിച്ചുള്ള ധാരണയും ചർച്ചകളുമായിരുന്നു ബംഗളൂരുവിൽ വെച്ച് നടത്തിയതെന്നും SITയുടെ കണ്ടെത്തൽ ഉണ്ട്. ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ സമാനമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ തന്നെയാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതായത് ശ്രീകോവിലിലെ മറ്റ് ഉരുപ്പടികളിൽ നിന്നും സ്വർണം വേർതിരിച്ച് കവർന്നെടുക്കുക വേണ്ടിയിട്ടുള്ള ആസൂത്രണവും പദ്ധതി. രേഷ്മയിലേക്ക് എത്തി. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ BJP നേതാവ് നമ്മളൊപ്പം ശരിയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇവിടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ പല വിശദാംശങ്ങളുമാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഒടുവിലായി ഈ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനിന്റെ മുഖ്യ പങ്കെന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് വളരെ ഗൂഢാലോചനയോടെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ഇങ്ങനെ പുറത്തു വരുമ്പോൾ എങ്ങനെ കാണുന്നു ഇതിനെ? തീർച്ചയായിട്ടും ഇത് വഴിപാടിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്വർണം എടുക്കാവുന്ന നേർച്ചയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത് വൻ കൊള്ള ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. ഇത് ശബരിമലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലും ഈ റാക്കറ്റ് ലക്ഷ്യം വെച്ചിരുന്നു. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ കൂടി മോഷണത്തിൽ കൂടി കടത്താനുള്ള ആസൂത്രിതമായ ശ്രമം നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡുകളുടെ അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും താല്പര്യാർത്ഥം ഈ ഗൂഢസംഘം ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതിൻ്റെതായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഇത് സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ളൊരു അന്വേഷണം കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ പഴയ ഈ കോട്ടയത്തെ വാരികകളിൽ ഓരോ ലക്കവും ഇറങ്ങുന്ന കഥകൾ പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ലക്കത്തിലും ഓരോരോ കഥകൾ വരുന്നത് പോലെ കുറച്ചായിട്ട് SIT പുറത്തു വിടുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും പൂർത്തീകരിച്ചില്ല എങ്കിൽ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാകും. ഇത് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനും കൃത്യമായ ആസൂത്രണം നടപ്പാക്കിയവർക്ക് രക്ഷപ്പെടാനുമുള്ള അവസരങ്ങൾ ഈ കേസിൽ ഉണ്ടാകുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഹൈക്കോടതി അനുവദിച്ചു നൽകിയിരിക്കുന്ന സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇവർ ഈ സമയം നീട്ടിക്കൊണ്ടിരിക്കും. യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നെത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി കേരളത്തിലെ ഇടതുമുന്നണിക്കും CPM-നും വലിയ ബുദ്ധിമുട്ടാകുമെന്ന് SITക്ക് അറിയാം. അവർ കടലിനും ചെകുത്താനും ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് CBI പോലെയുള്ള ഏജൻസികൾ ഈ കേസിന്റെ അന്വേഷണം വളരെ പെട്ടെന്ന് ഏറ്റെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ ഉടൻ. അനിൽ വിളയിൽ, ഇവിടെ ശ്രീകോവിലെ മറ്റു സ്വർണ്ണ ഉരുപ്പടികളും കവർ ചെയ്യാൻ ആസൂത്രണമുണ്ടായെന്നും SITയുടെ കണ്ടെത്തലുണ്ട്. അതായത് ഇത്തരത്തിൽ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടാകുമ്പോഴും ഈ പോറ്റിയിലേക്കും ഗോവർദ്ധനിലേക്കും അങ്ങനെയുള്ള ചില അത്ര പരിചിതമല്ലാത്ത പേരുകളിലേക്ക് അവർ കുരുക്കും മുറുക്കുന്നു. പക്ഷേ ഏറെ പരിചിതമായ പല പേരുകളുമുണ്ട്. ഇനി ഘടകങ്ങളിലേക്കടക്കം എത്തേണ്ടതുണ്ട്. പക്ഷേ ആ പേരുകളെ മനഃപൂർവ്വം
വിസ്മരിക്കുകയുമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കടകംപള്ളി സുരേന്ദ്രൻ 2019 ആ വർഷം 6 or 7 തവണയാണ് അദ്ദേഹം ദുബായ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സന്ദർശിച്ചത്. അദ്ദേഹം അതേപോലെ തന്നെ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചെമ്പുപാത്രത്തിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ ദുബായ് UAE തിരുവനന്തപുരത്തെ കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കി രക്ഷപ്പെട്ടു പോയ ഒരു ഈജിപ്ഷ്യൻ പൗരനുണ്ട്. ആ പൗരനുമായി ബന്ധപ്പെട്ട് ഈ കേസിന് ഒരു ബന്ധമുണ്ട് എന്നുള്ള ചില വാർത്തകൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു വെറും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത്? അതിന്റെ ദുരൂഹതയുണ്ട്. ഇറ്റലിയിൽ ഇതിന് കണക്ഷനുണ്ട്. സോണിയാഗാന്ധിയുടെ ബന്ധുക്കള് ആന്റിക് വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നവരാണ്. അതുകൊണ്ട് UDFനും LDFനും ഒക്കെ ഈ കേസിനകത്ത് കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് CBI, എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ അന്വേഷിക്കണം. യഥാർത്ഥ പ്രതികളിലേക്ക് പതുക്കെ പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് SIT നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ ഭാഗം തന്നെയാണ്. കൃത്യമായ അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണ്, ഒരു കട്ടളപ്പാളിയോ അല്ലെങ്കിൽ വ്യാളി മുഖമോ ഒന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹത്തിനെ പോലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചാ ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അത് ഗോവർദ്ധനിലേക്കും ബെല്ലാരിയിലേക്കും ഹൈദരാബാദിലേക്കും ഒക്കെ തന്നെ അതിന്റെ പുറത്തേക്ക് ഇറ്റലിയിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ നീളും ഇതിന്റെ അന്വേഷണം കൃത്യമായി നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്. വീണ്ടും രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ ചില പേരുകളിലേക്ക് ഒതുക്കി തീർക്കുകയാണ് SITയുടെ അന്വേഷണമെന്ന സംശയമാണ് ഉണ്ടാകുന്നത്. പല മുഖ്യ പേരുകളും അവർക്ക് എത്താൻ കഴിയുന്നില്ല. എത്തുമ്പോൾ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാകുന്നു, ഇടപെടൽ ഉണ്ടാകുന്നു. അവിടെ ഒരു പ്രതീക്ഷയുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ്. പക്ഷേ അവിടെയും ചില പരിമിതികളുണ്ട് എന്ന രീതിയിൽ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാനല്ലേ? ഗോവർദ്ധന്റെ ഈ ജാമ്യാപേക്ഷയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായിട്ട് അനുമതി നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ദേവസ്വം ബോർഡിന് നേരെ ഉന്നയിച്ചുകൊണ്ടാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും SIT കേന്ദ്രീകരിച്ചിട്ടുള്ളത് പങ്കജ് ഭണ്ഡാരി, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ, ഈ മൂവരുടെയും ഗൂഢാലോചന ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ശബരിമലയിലെ സ്വർണം കവർന്നെടുത്തത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിനെ പഴിചാരുന്ന ഒരു സമീപനത്തിലേക്ക് SITയുടെ റിപ്പോർട്ട് എങ്ങും എത്തുന്നില്ല താനും. അത് മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിലേക്ക് പണം അയച്ചിട്ടില്ല, മറിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ റെസീറ്റ് എഴുതിക്കൊണ്ടാണ് കൈമാറിയത്. പക്ഷേ ഈ ഭക്തിയുടെ പേരിൽ നൽകുന്ന പണവും ഈ സ്വർണം കവർന്നെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒന്നും തന്നെ താരതമ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഇത് കവർച്ച എന്നുള്ള അതിന്റെ അടിസ്ഥാനം അത് നേരിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തു എന്നുമാണ് SITയുടെ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ദേവസ്വം ഈ ഒരു ഗോവർദ്ധൻ ഹിന്ദുയ്ക്ക് വേണ്ടി മുഖ്യരക്ഷാധികാരി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മുഖ്യ പങ്കെന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയെന്നും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT കണ്ടെത്തി കഴിഞ്ഞു. എങ്ങനെ കാണുന്നു പുതിയ സാഹചര്യത്തെ താങ്കൾ? പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു 80കളിലൊക്കെ തോന്നി മകാരവാരികകൾ വ്യാപകമായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തില് ഓരോ ചെറിയ സംഭവം ഇങ്ങനെ ഫീച്ചറുകളായി എഴുതാൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഏറെക്കുറെ ഫീച്ചറുകളെ വെല്ലുന്ന വിധത്തില് ദിവസേന എന്നോണം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു പീസ് വാർത്ത വരികയും അതിന്റെ പിന്നിലേക്ക് കഥകൾ പോവുകയും ഇങ്ങനെ ഇതിപ്പോ ജനങ്ങളെ സുഖിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുന്നുണ്ട്. ഇത് വാങ്ങിയതാര്, വിറ്റതാര്, കൊടുത്തതാര്, പൈസ എത്ര, ഇതിനേക്കാളൊക്കെ ഗൗരവം ഇതിനുണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നവർക്കുണ്ടോ എന്ന സംശയം ന്യായമായിട്ടുണ്ട്. ഇങ്ങനെ ചില ഓരോ ചെറിയ വാർത്തകൾ ഉണ്ടാക്കിയാൽ മതിയോ? അതോ ഇത് കുറച്ചുകൂടെ, കാരണം ഇത് വിശ്വാസത്തിന്റെ തകർച്ച ഉണ്ടാക്കുന്ന വിധത്തില് ഭക്തരെ മുഴുവൻ വേദനിപ്പിച്ച ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വെറുതെ ഒരു വീട്ടിൽ കള്ളം കയറിയതല്ല ഇത്. അപ്പൊ ആ സമാനതകളില്ലാത്ത കൊള്ളയ്ക്ക് ഇത്രയും ഗൗരവം മതിയോ എന്ന് ന്യായമായ ചോദ്യമുണ്ട്.
ഈ ഗോവർദ്ധനെ കണ്ടെത്തിയതും ആ ജ്വല്ലറി കണ്ടെത്തിയതും ഒക്കെ എന്നാണ്? അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ പൈസ കൊടുത്തതിനെ പറ്റി ഇത്രയും നാൾ ഇതിനെപ്പറ്റി കൂലങ്കഷമായി അന്വേഷിക്കുകയായിരുന്നു. വളരെ അതായത് ടീച്ചർ, ഈ കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ഇതുവരെയും ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. ഉത്തരം ഇതുവരെയും കണ്ടെത്താൻ SITക്ക് സാധിച്ചില്ല. എൻവാസും പത്മകുമാറും ഒക്കെയും ഇപ്പോൾ തടവിലാണെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലിലേക്ക് സർക്കാരോ നേതൃത്വമോ പോയിട്ടുമില്ല. അപ്പോൾ ചില മുഖ്യ പങ്കാളിത്തമുള്ളവരെ സംരക്ഷിക്കുന്നു, ചില പേരുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയും ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അന്വേഷണം നടക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണിത്. അതാ ഞങ്ങൾ എന്തോ കണ്ടെത്തി, ഞങ്ങൾ എന്തോ ഒരു ഹിമാലയത്തിന്റെ മറ്റേ എവറസ്റ്റ് കൊടുമുടി ആദ്യം കീഴടക്കിയ ആളുടെ ഭാവത്തില് ഞങ്ങൾ എന്തൊക്കെയോ നടക്കുന്നു, അന്വേഷണം ഗംഭീരമാണ് എന്ന് മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നതിനപ്പുറത്ത് ചക്കിൽ കിട്ടിയ കാളെ പോലെ അതിന് കുറ്റിക്ക് ചുറ്റും കറങ്ങാണിത്. അതിനപ്പുറത്തേക്ക് എവിടെയാണ് നീങ്ങണത്? സുപ്രീം കോടതി വരെ ദൈവത്തെ വരെ നിങ്ങൾ പറ്റിച്ചില്ലേ, ദൈവത്തെ വരെ വഞ്ചിച്ചില്ലേ എന്ന് സുപ്രീം കോടതി വരെ നിരീക്ഷണം നടത്തിയ ഒരു വിധത്തിൽ ശങ്കർദാസിന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞിട്ടും എന്ത് ശങ്കർദാസിലേക്ക് അറസ്റ്റ് വെക്കാത്തത്, എന്റെ അതുപോലെയുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തത്? കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എത്ര രഹസ്യമായിരുന്നു, മാധ്യമങ്ങൾ അറിയാതെ 3-4 ദിവസം കഴിഞ്ഞാണ് സംഭവം അറിയണത്. അപ്പോ എന്തൊക്കെയോ അതിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഭയത്തോടെ ഇരിക്കുന്ന ഭക്തരെ സമാധാനിപ്പിക്കാൻ ഇതുപോലുള്ള ഓരോ ഫീച്ചറുകൾ കഥ കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ടീച്ചർ, ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്. വീണ്ടും രേഷ്മയിലേക്ക്. രേഷ്മ, ഇങ്ങനെ പല പേരുകളും ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നു. അവരുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് പല ഭാഷ്യങ്ങൾ ഉണ്ടാവുന്നു. പക്ഷേ അതൊക്കെയും അന്വേഷണം ഊർജിതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം എന്ന് സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ട് ഈ SITയുടെ അന്വേഷണ സംഘത്തിൻ്റെ ആ ഒരു ഉത്സാഹം കടകംപള്ളിയിലേക്കും മറ്റും കാര്യങ്ങളിലേക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും ഉത്തരം കണ്ടെത്താനും എത്തുന്നില്ല? അവിടെയാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ ജനങ്ങൾ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യുമ്പോൾ, ചില സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. ആ രീതിയിലും ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ, വായിച്ചെടുക്കാം, അല്ലേ? അതെ, അതായത് വെറും ഒരു ഗോവർദ്ധന്റെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ, പങ്കജ് ഭണ്ഡാരിയുടെ ഗൂഢാലോചന ആസ്പദമാക്കിക്കൊണ്ട് മാത്രം നടന്ന ഒരു സ്വർണം കവർച്ചയല്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മാത്രമല്ല ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ അപ്പാടെയുള്ള എല്ലാ പിന്തുണയും ഉണ്ട്. ദേവസ്വം ബോർഡിന് അത്തരമൊരു പിന്തുണയും സഹായങ്ങളും ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പങ്കാളിത്തവും പിന്തുണയും അതിന് വേണ്ട വിധത്തിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ വകുപ്പ് മന്ത്രി ആരാണോ അവരുടെയൊക്കെ തന്നെ പിന്തുണ ഒരുപക്ഷെ ഉണ്ടായിരിക്കണം. കാരണം ദേവസ്വം ബോർഡ് ഇത്തരമൊരു അതിക്രമത്തിന് അല്ലെങ്കിൽ ഇത്തരമൊരു കവർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന സമയത്ത് അത് പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടാകും. ആ ഒരു ഘട്ടത്തിൽ സംരക്ഷിക്കേണ്ട ചില കരങ്ങൾ ഉണ്ടാകും. ആ കരങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം എത്താത്തത്? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താനായിട്ട് SITക്ക്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഈ പറയുന്ന ഗോവർദ്ധനും ബംഗളൂരുവിൽ വെച്ച് ഈ കേസ് അന്വേഷണം മുറുകുന്ന അല്ലെങ്കിൽ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ ഇത് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും ഇതിന്റെ CDR രേഖകൾ അടക്കം തങ്ങൾക്ക് ലഭിച്ചു, തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായി എന്നുമാണ് SIT പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ 13ാം പ്രതിയാണ് ഈ പറയുന്ന ഗോവർദ്ധൻ. ഈ ഗോവർദ്ധന്റെ ഈ ഒരു തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ കവർച്ചയിൽ മുഖ്യ പങ്കെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ മാത്രമാണ്. ഈ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശാനുസരണമാണെന്ന് ഇതിലെ തന്നെ മറ്റൊരു ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തിയായിട്ടുള്ള കൽപേഷ് മൊഴി നൽകിയതായിട്ടും SIT പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട്, അതായത് ഗോവർദ്ധന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ എതിർ സത്യാമൂലത്തിൽ SIT കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗോവർദ്ധനെയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതായത് രേഷ്മ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വൻ ഗൂഢാലോചന എന്ന് പറയുമ്പോഴും അത് ആവർത്തിക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് അത്ര പങ്കില്ല, അല്ലെങ്കിൽ അത്രത്തോളം ആസൂത്രിതമായ ഒരു കവർച്ചയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നീക്കവും ഇതിന്റെ പിന്നിലുണ്ടല്ലേ? അതെ, കേവലം 3 വ്യക്തികളിലേക്ക് മാത്രം
അന്വേഷണം കേന്ദ്രീകരിക്കുകയും കണ്ടെത്തലുകൾ കേന്ദ്രീകരിക്കുകയും SIT ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാതിരിക്കാനായിട്ടുള്ള ശ്രമമാണെന്നുള്ള ഒരു ആക്ഷേപവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് സുരേഷ്. കാരണം ഈ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്നത് ഇതിലെ 13ാമത്തെ പ്രതി, 12ാമത്തെ പ്രതിയാണ്. ഗോവർദ്ധൻ 13ാമത്തെ പ്രതി. ഇവരൊക്കെ തന്നെ സ്വർണം കൈവശം വെച്ചവരും ഒപ്പം തന്നെ ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് പോലും ഒരു ഇടനിലക്കാരൻ ആയിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേവലം ദേവസ്വം ബോർഡുമായിട്ട് ഒരു ടൈപ്പോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ മാത്രം നേടിക്കൊണ്ട് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിലെ 2 പ്രസിഡന്റുമാരെ മാത്രം അവരിലേക്ക് മാത്രം അന്വേഷണം എത്തിച്ച് അവരെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിലും മറ്റാളുകളിലേക്ക്, പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ഒക്കെ ചോദ്യം ചെയ്തിട്ടുള്ള മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകുന്നുമില്ല. ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില രാഷ്ട്രീയപരമായിട്ട് ഭരണതലത്തിൽ സ്വാധീനമുള്ള ആളുകളുണ്ട്. അവരിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം എത്താത്തതെന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു മറുപടി SITക്ക് നൽകുവാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കൃത്യമായിട്ട് ഓരോ പ്രതികളും ഹൈക്കോടതിയാണെങ്കിലും കീഴ്ക്കോടതിയാണെങ്കിലും ജാമ്യത്തിനായിട്ട് സമീപിക്കുന്ന വേളയിൽ SIT ചില റിപ്പോർട്ടുകൾ സമർപ്പിക്കും. ആ റിപ്പോർട്ടിന് അനുസൃതമായിട്ടുള്ള വിശദാംശങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൻ ഗൂഢാലോചന ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടെന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ സ്വർണ്ണപ്പാളികൾ കേവലം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളോ അല്ലെങ്കിൽ കട്ടിളപ്പാളികളോ മാത്രമല്ല ഉന്നം വെച്ചിരുന്നത്. പകരം ശബരിമല ശ്രീകോവിലിലെ ഈ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ എല്ലാ ഉരുപ്പടികളിലെയും സ്വർണം വേർതിരിച്ച് കവർ ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ഗൂഢോദ്ദേശം ഈ പറയുന്ന റാക്കറ്റിനുണ്ട്. ആ റാക്കറ്റ് എന്ന് പറയുന്നത് SIT കണ്ടെത്തിയിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടങ്ങുന്ന 3 പേരാണ്. പക്ഷേ അവർക്ക് പിന്നിൽ കൃത്യമായിട്ട് ആസൂത്രണം നടത്തുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്ന വമ്പൻ സ്രാവുകളുണ്ട്. അതായത് രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും ആസൂത്രണം നടത്തി എന്ന് പറയുമ്പോൾ അവർ 3 പേരും നടത്തിയ ആസൂത്രണം എന്ന രീതിയിലാണ് ഇതിനിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് SIT. കാരണം ഈ 3 പേരിലേക്ക് കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഈ 3 പേർ വിചാരിച്ചാൽ ശബരിമല പോലുള്ള ഒരു ആരാധനാലയത്തിൽ നിന്നും ഈ സ്വർണം കവരാൻ സാധിക്കില്ല. അവിടെ കൃത്യമായ രീതിയിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ഒത്താശ ഉണ്ടാകണം. അല്ലാതെ ഇവരിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുക്കാൻ കഴിയില്ല. ആ രീതിയിൽ ചിലരെ സംരക്ഷിക്കാനുള്ള, ചിലരെ രക്ഷിക്കാനുള്ള നീക്കം SIT നടത്തുന്നു. അത് സമർത്ഥമായി നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ, SITക്ക് ഇപ്പോഴും ഒരു ഒളിച്ചുകളി സമീപനം തന്നെയാണുള്ളത്. കാരണം പലപ്പോഴും ഈ ജാമ്യാപേക്ഷകൾ വരുന്ന ഘട്ടത്തിൽ ഇതുവരെ കണ്ടെത്തിയ ചില തെളിവുകൾ പ്രകാരം ഹൈക്കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നതല്ലാതെ ഇതിൽ യഥാർത്ഥ വസ്തുതകൾ ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ SITക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ KP ശങ്കരദാസിനെ പോലെയുള്ള, വിജയകുമാറിനെ പോലെയുള്ള ആളുകളെ ഈ കേസ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് തന്നെ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പത്മകുമാറിലേക്കും ഈ വാസുവിലേക്ക് മാത്രം അന്വേഷണം എത്തിച്ചേർന്ന ഘട്ടത്തിൽ ഒരു മന്ദഗതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ സമീപനം SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഈ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെ എന്തുകൊണ്ടാണ് ഒഴിച്ചു നിർത്തിയിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ശേഷമായിരുന്നു വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതിനിടയിൽ ശങ്കർദാസ് സുപ്രീം കോടതി അടക്കം സമീപിച്ചു. ശങ്കർദാസിന്റെ ഒക്കെ തന്നെ സ്വാധീനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിലെ എല്ലാ ഭരണകർത്താക്കൾക്കും കൃത്യമായിട്ട് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്. ദേവസ്വം വകുപ്പിന്റെ തന്നെ ഒത്താശയില്ലാതെ, അതിന്റെ വകുപ്പ് മന്ത്രിയുടെ തന്നെ ഒത്താശയില്ലാതെ, ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പിന്തുണയില്ലാതെ ഇത്തരമൊരു സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടത്തുവാൻ സാധിക്കത്തുമില്ല. അതുമാത്രമല്ല, കേവലം ശ്രീകോവിലെ സ്വർണ്ണപ്പാളികൾ മാത്രമായിരിക്കത്തില്ല ഈ പറയുന്ന ആളുകൾ തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ശബരിമല പോലെയുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള ആരാധനാ കേന്ദ്രത്തിൽ നിരവധി അനവധി അമൂല്യമായിട്ടുള്ള പുരാവസ്തു പ്രകാരം വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. അതൊക്കെ തന്നെ കൊള്ള ചെയ്യുക എന്നുള്ളൊരു ഗൂഢോദ്ദേശം ഈ പറയുന്ന ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മുഖ്യ പങ്കെന്നാണ് SIT പറയുന്നത്. പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വൻ ഗൂഢാലോചന എന്ന് കണ്ടെത്തുമ്പോൾ, അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ ഈ ആസൂത്രണത്തിൽ ഉൾപ്പെട്ടിട്ടില്ലേ? ആ രീതിയിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? അത് ചിലരെ സംരക്ഷിക്കാനാണോ എന്നുള്ള ചോദ്യമാണ്
പ്രസക്തമാകുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.